തിരുവനന്തപുരത്ത് ബി.ജെ.പി. അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് കനത്ത തിരിച്ചടി. പാർട്ടിയിലെ വി മുരളീധര പക്ഷമാണ് ആർ ശ്രീലേഖയെ മേയറാക്കാനുള്ള നീക്കം വെട്ടിയത്. സെലിബ്രിറ്റികൾക്ക് ഉടൻ വലിയ സ്ഥാനങ്ങൾ നൽകുന്നത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന ഒരു വിഭാഗത്തിന്റെ നിലപാട് നേതൃത്വം അംഗീകരിച്ചു. വി രാജേഷ് കേരളത്തിലെ ആദ്യ ബി.ജെ.പി. മേയറാകും. സംസ്ഥാനത്തെ എല്ലാ മുനിസിപ്പാലിറ്റികളിലെയും കോർപ്പറേഷനുകളിലെയും സാരഥികളെയും ഇന്നറിയാം. വി എസ് രഞ്ജിത്തും ഗോപാൽ ഷീലാസനലും നമുക്കൊപ്പം ചേരുകയാണ്. വി എസ് രഞ്ജിത്തിലേക്ക് വീണ്ടും. വി എസ് രഞ്ജിത്ത്, ബി.ജെ.പിക്കുള്ളിൽ തന്നെ രണ്ട് പേരുകൾ സ്ഥാനാർത്ഥി നിർണയ വേളയിൽ തന്നെ ഉയർന്നിരുന്നു. അതിൽ ഇവരിൽ ഒരാൾ മേയറാകുമെന്നുള്ളത് അന്നേ കേട്ടതാണ്. ഇന്നിപ്പോൾ ആർ ശ്രീലേഖയിൽ നിന്ന് വി രാജേഷിലേക്ക് ഉറപ്പിക്കുമ്പോൾ അതിനിടയിൽ ചില നീക്കങ്ങൾ നടന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? സുജിയ, ഇന്നലെ കോർ കമ്മിറ്റി യോഗം, ജില്ലാ കോർ കമ്മിറ്റി യോഗത്തിലും അതുപോലെ കൗൺസിലർമാരുടെ യോഗത്തിലും ആർ ശ്രീലേഖയുടെ പേര് ഉറപ്പിച്ചിരുന്നതാണ്. പക്ഷെ വൈകിട്ടോടുകൂടി അതിൽ വലിയ അട്ടിമറി സംഭവിച്ചു എന്നുള്ളതും അത് അസാധാരണമായ നടപടിയായി കണക്കാക്കണം. കാരണം സംസ്ഥാന അധ്യക്ഷൻ, ബി.ജെ.പി. ഒരു പ്രസിഡൻഷ്യൽ പാർട്ടിയാണ്. ആ പാർട്ടിയിൽ സംസ്ഥാന അധ്യക്ഷന്റെ വാക്ക് അന്തിമമാണ്. സംസ്ഥാന അധ്യക്ഷന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആർ ശ്രീലേഖയാണ് കേന്ദ്ര നേതൃത്വം വെട്ടിയിട്ടുള്ളത്. അതിൽ വി മുരളീധരന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായി എന്നും ബി.എൽ. സന്തോഷ് വഴി വി മുരളീധരൻ ഓപ്പറേറ്റ് ചെയ്ത് വി രാജേഷിനെ മേയറാക്കി എന്നുള്ളതാണ്. അതിന് അദ്ദേഹം കണ്ടെത്തിയ കാരണമെന്ന് പറയുന്നത് ഇത്തരത്തിൽ എന്തെങ്കിലും പദവികൾ പാർട്ടിക്ക് കിട്ടുമ്പോഴേക്കും അതെല്ലാം പുതുതായി വന്നു ചേരുന്ന സെലിബ്രിറ്റികൾക്ക് കൊടുക്കുകയും പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരുകയും വിറക് വെട്ടുകയും ചെയ്തവർ അവരെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു പതിവ്, അത് സാധാരണ പ്രവർത്തകർക്ക് അവരുടെ ആത്മവിശ്വാസം, മനോവൈര്യം തകർക്കുന്നതായിരിക്കും എന്നുള്ളൊരു ന്യായമാണ്. അത് പി.എൽ. സന്തോഷ് ഉൾപ്പെടെ കേന്ദ്ര നേതൃത്വം അംഗീകരിച്ചുകൊണ്ടാണ് വി രാജേഷിന് മേയർ പദവി കൊടുക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ആർ ശ്രീലേഖ മേയറാവും എന്നുള്ള കാര്യത്തിൽ അവർക്കും അതുപോലെ തന്നെ സംസ്ഥാനത്തെ ഔദ്യോഗിക നേതൃത്വത്തിനുമൊക്കെ ഉറപ്പായിരുന്നു. അവരുടെ പേരിനായിരുന്നു മുൻതൂക്കമുണ്ടായിരുന്നത്. വലിയ അട്ടിമറിയാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചത്. ഓക്കെ രഞ്ജിത്ത്, നമുക്ക് ഗോപാൽ ഷീലാസനലിലേക്ക് കൂടി പോകാം. ഗോപാൽ ഷീലാസനൽ, ഇന്ന് കേരളമാകെ ആരൊക്കെയാണ് നയിക്കാൻ പോകുന്നത്? നമ്മുടെ കോർപ്പറേഷനുകൾ അതുപോലെ തന്നെ നഗരസഭകൾ എന്നുള്ളത് അറിയാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. എവിടെയൊക്കെയാണ് ഒരു തർക്കത്തിലേക്ക് പോകേണ്ടി വന്നത്? തീരുമാനമെല്ലാം എല്ലായിടത്തും ഉറപ്പിച്ചു കഴിഞ്ഞതല്ലേ? അതെ സുജിയ, തീർച്ചയായിട്ടും എല്ലായിടത്തും ആദ്യഘട്ടങ്ങളിൽ പലയിടങ്ങളിലും ചില അസ്വാരസ്യങ്ങളും ചില അനിശ്ചിതത്വങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും അവസാന ദിവസം ഈ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ എത്തുമ്പോൾ ഒരു സമവായത്തിലേക്ക് എത്തി ഒരു ധാരണയോടുകൂടി മുന്നോട്ട് പോകാമെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ കണ്ണുകളും ഉറ്റുനോക്കിയിരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് തന്നെയായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനത്ത് തിരുവനന്തപുരത്ത് ഒരു മേയർ ബി.ജെ.പിക്ക് ഉണ്ടാകുന്നു. അത് ആരാകും? അത് വർഷങ്ങൾ പാരമ്പര്യമുള്ള വി രാജേഷ് ആകുമോ, അതോ ഇപ്പോൾ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആർ ശ്രീലേഖയാകുമോ എന്ന ചോദ്യങ്ങളൊക്കെ ആയിരുന്നു വന്നത്. എന്താണെങ്കിലും അതിൽ തീരുമാനമായി വി രാജേഷ് തന്നെയാണ് ഔദ്യോഗികമായി ഇന്നലെ വൈകുന്നേരം പ്രഖ്യാപിക്കപ്പെട്ട മേയർ സ്ഥാനാർത്ഥി. ഇന്ന് രാവിലെ 10:30 സംസ്ഥാനത്തെ 6 കോർപ്പറേഷനുകളിലും മേയർമാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. തിരുവനന്തപുരത്ത് ബി.ജെ.പിയുടെ മേയറായി വി രാജേഷ് സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ LDFന് RP ശിവജിയാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. UDFന്റെ കവടിയാർ വാർഡിൽ നിന്ന് വിജയിച്ച KS ശബരിനാഥൻ നേരത്തെ തന്നെ ഔദ്യോഗികമായി UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ തങ്ങളുടെ മേയർ സ്ഥാനാർത്ഥിയും പ്രഖ്യാപിച്ച് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തെ നേരിട്ടത്. അപ്പോൾ ശബരിനാഥൻ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ UDFന് വേണ്ടി മത്സരിക്കും. ഡെപ്യൂട്ടി മേയർമാരുടെ സ്ഥാനത്തേക്കുള്ള സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഉച്ചയ്ക്ക് 2:30 ഡെപ്യൂട്ടി മേയർമാരുടെ തെരഞ്ഞെടുപ്പ് നടക്കുക. അതിൽ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് രാവിലെ 10:30 പഞ്ചായത്തുകളിലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നാളെയാണ് നടക്കുക.